ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദമായ സ്വാഗതം. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന 9ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. നമ്മൾ 27ാമത്തെ ശ്ലോകത്തിൽ കണ്ടു, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ള ഭഗവാന്റെ നിർദ്ദേശത്തിനെ എത്തിയപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന്റെ എന്താണ് പ്രയോജനം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്ലോകം 28. ശുഭാശുഭഫലൈരേവം ക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ശുഭാശുഭഫലൈരേവം മുക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ശുഭാശുഭഫലൈരേവം മുക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭാശുഭഫലേ സേവം മോക്ഷസ്യ കർമ്മബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭാശുഭഫലേ ദേവം മോക്ഷസേ കർമ്മബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപപശ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസ്യേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭാശുഭഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപശ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശൈലപ്രഭാതി വിവർത്തനം ഭാവാർത്ഥവും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭാശുഭഫലൈരേവം മോക്ഷസ്യ കർമ്മബന്ധനൈ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശൈലപ്രഭാതി വിവർത്തനം ഭാവാർത്ഥവും. ഏവം, ഇപ്രകാരം
ശുഭ അശുഭ ഫലൈഹി ശുഭങ്ങളും അശുഭങ്ങളുമായ ഫലങ്ങളോട് കൂടിയ കർമ്മബന്ധനേഹി കർമ്മബന്ധങ്ങളിൽ നിന്ന് മോക്ഷ്യസെ നിനക്ക് സ്വതന്ത്രനാകാം. സന്യാസയോഗയുക്താത്മാ സന്യാസയോഗത്തിൽ മനസ്സുറപ്പിച്ചിട്ട് വിമുക്ത വിമുക്തനായി മാം ഉപേക്ഷ്യസി നിനക്ക് എന്നെ പ്രാപിക്കാം. ഇപ്രകാരം ശുഭങ്ങളും അശുഭങ്ങളുമായ ഫലങ്ങളോട് കൂടിയ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് സ്വതന്ത്രനാകാം. സന്യാസയോഗത്തിൽ മനസ്സുറപ്പിച്ചിട്ട് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. അപ്പോ നമ്മളുടെ എല്ലാ പ്രവൃത്തികളും ഭഗവാന് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഫലം എന്താണ്? നമുക്ക് എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മുക്തരായിട്ട്, കർമ്മബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ശുഭ അശുഭ ഫലൈഹി നല്ലത് ചെയ്താലും ഉണ്ട്, ചീത്ത ചെയ്താലും ഉണ്ട് കർമ്മബന്ധനങ്ങൾ. അങ്ങനെയുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാം. അങ്ങനെ നമുക്ക് ഉപേക്ഷ്യസി ഭഗവാനെ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് സന്യാസയോഗയുക്താത്മ. സന്യാസയോഗയുക്താത്മാണെങ്കിൽ എല്ലാവരും സന്യാസികളാകണം എന്നല്ല ഇവിടെ പറയുന്നത്. സന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കാവ്യവസ്ത്രം ഉടുത്തതുകൊണ്ടും ആയില്ല. കാവ്യവസ്ത്രം ഉടുത്ത് എല്ലാവരും സന്യാസികളാകണം എന്നില്ല. അതുപോലെ സന്യാസികളാകാനായിട്ട് കാവ്യവസ്ത്രം ഉടുക്കണം എന്നുമില്ല. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർമ്മിക പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും മുക്തനാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ഏത് തരത്തിലുള്ള ഭൗതിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. നല്ലത് ചെയ്താലും പ്രതികരണങ്ങളുണ്ട്, ചീത്ത ചെയ്താലും പ്രതികരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ സന്യാസം സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാര് നമുക്ക് കാണിച്ചു തരുന്നത്. 4 ആശ്രമങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥം, സന്യാസി. അപ്പോ നമ്മുടെ ഏത് ആശ്രമത്തിലിരുന്നാലും ശരി, നമ്മള് അവസാന സമയത്ത് നമ്മൾ ഭഗവാന്റെ നമുക്ക് മനസ്സുറപ്പിക്കാനായിട്ട് സാധിക്കണം. അന്തകാലേച്ച് മാമേവ സ്മരൺ മുക്ത കളേവരം. അവസാന നിമിഷം നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ശരീരം ത്യജിക്കാനായിട്ട് സാധിക്കണം. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? സന്യാസ യോഗയുക്താത്മ. യോഗയുക്താത്മ എന്താണ്? ആ യോഗയുക്താത്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുക്തമായിട്ടുള്ള പ്രവൃത്തികൾ, ഭക്തിമാർഗത്തില് പുരോഗമിക്കാനായിട്ട് യുക്തമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പേരാപ്രഭാതര ഭക്തിരസാന്ത സിന്ധു എന്നുള്ള ഒരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുഞ്ജത നിർബന്ധേ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്ചതേ. അനാസക്തസ്യ വിഷയാൻ, ഭൗതികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള ആസക്തി കൈവിടുക. പിന്നെ അതെങ്ങനെ കൈവിടുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാം ഉപയോഗിക്കാം. എന്തിനുപയോഗിക്കാം? നിർബന്ധി കൃഷ്ണ സംബന്ധി, നമുക്കത് എല്ലാം കൃഷ്ണന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഏതൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാം. ശ്രീലപ്രഭാതർ പലപ്പോഴും വലിയ റോൾസ് റോയ്സ് കാറിലൊക്കെ പോകുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് കളിയാക്കിയിട്ട്, അങ്ങ് ഒരു സന്യാസിയായിട്ട് ഇങ്ങനെ റോൾസ് റോയ്സ് കാറിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പ്രഭാകരന് തക്കതായിട്ടുള്ള മറുപടിയും കൊടുക്കാറുണ്ട്. ഞാൻ പോകുന്ന എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ കൃഷ്ണാവബോധ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുപോലെ ആരെങ്കിലും പ്രഭാകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൊണേഷൻ, ഇപ്പോ സ്ഥലമായിട്ടോ വസ്തുക്കളായിട്ടോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഭു അതൊരിക്കലും അതൊന്നും തിരസ്കരിച്ചിരുന്നില്ല. അതെല്ലാം സ്വീകരിച്ചിട്ട് ശ്രീല പ്രഭാതര് അത് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ അതിനെയാണ് യഥാർത്ഥത്തില് വൈരാഗ്യം എന്ന് പറയുന്നത്.
അപ്പോ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാതെ സാധിക്കില്ല. കാരണം നമുക്ക് ജീവസന്ധാരണത്തിന് കർമ്മം കൂടിയേ തീരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളുടെ ഫലം നമ്മൾ കൃഷ്ണന് സമർപ്പിക്കണം. അതിനെയാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. ഭഗവാൻ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ മാലിന്യങ്ങളെല്ലാം കഴുകിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കും. ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ ചേതോദർപ്പണമാർജനം, ആ ഭക്തി കൊണ്ട് മാത്രമേ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ നമുക്ക് കഴുകിക്കളയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ നമ്മൾ പുരോഗമിച്ചിട്ട് ക്രമേണ പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാന് നമ്മളെ തന്നെ സമർപ്പിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം നമുക്ക് എന്ത് സംഭവിക്കും? ഉപേക്ഷ്യസി, നമുക്ക് മുക്തിയും ലഭ്യമാകും. വിമുക്തോ മാം ഉപേക്ഷ്യസി എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് കർമ്മബന്ധനങ്ങളിൽ മുക്തരായിട്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ബ്രഹ്മജ്യോതിസിലെ ലയിക്കുന്നതിനെയല്ല മുക്തി എന്ന് പറയുന്നത്. നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക്, നമ്മളുടെ തന്നെ സ്വധാമത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെ ഭഗവാൻ കൃഷ്ണന്റെ നിത്യസേവനത്തിൽ ഏർപ്പെടത്തക്ക വണ്ണം നമുക്ക് പരിപൂർണത നേടാനും സാധിക്കും. അപ്പൊ അങ്ങനെ സ്വന്തം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് വാസ്തവത്തിൽ സന്യാസാശ്രമം സ്വീകരിച്ചതുപോലെ തന്നെയാണ്. അല്ലാതെ സന്യാസാശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവ്യവസ്ത്രം കൊടുക്കലല്ല. നമ്മളുടെ ആചാര്യന്മാരിൽ പലരും, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജാവിന്റെ പിതാവായിട്ടുള്ള ഭക്തിവിനോദ് ഠാക്കൂർ, അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് 10 മക്കളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വാസ്തവത്തിൽ സന്യാസാശ്രമത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിരുന്നു. കോടതിയിൽ പോകാറുണ്ട്, ജോലി ചെയ്യാറുണ്ട്, തിരിച്ചു വരാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള സമയം മുഴുവൻ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതാനും ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കാനും ഭക്തിവൃക്ഷകൾ അറ്റൻഡ് ചെയ്യാനും എല്ലാമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പോ നമ്മൾ ഏത് ആശ്രമത്തിലാണ് എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മുക്തിക്ക് അർഹരാകാനായിട്ട് സാധിക്കും. ഹയസ്യ ഹരേർദാസ്യ കർമ്മണ മനസ്സാകിര, ഇതേ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും എല്ലാം തന്നെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അതാണ് വാസ്തവത്തില് സന്യാസം. ഇതേ ശരീരത്തിൽ മുക്തിക്ക് അർഹരാകും എന്നുള്ളതാണ് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവ് ഭഗവാനെ പറ്റിയിട്ട് ശ്രവിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം കർഷകന്റെ കടിയേൽക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മുക്തി നേടിയിരുന്നു. അപ്പോ ഒരു ഭക്തൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അത് ഭഗവാന് സേവനമായിട്ട് ആയിരിക്കണം. അവർക്ക് വാസ്തവത്തിൽ ഭക്തന്മാർക്ക് ഈ വേദവിഹിതങ്ങളായിട്ടുള്ള അനുഷ്ഠാനങ്ങളില് അല്ലെങ്കിൽ ഫലോദ്ദിഷ്ട കർമ്മങ്ങളില് അതിലൊന്നും അവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ ഉണ്ടാകാറില്ല. കാരണം അവര് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എങ്ങനെ നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ശ്രീരാപ്രഭാകർ പറയുന്നുണ്ട്, സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാർക്ക് പോലും ഈ ദുർഗ്രാഹ്യങ്ങളാണ് ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും ഉയർന്ന തലത്തിലാണ് ഭക്തന്മാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ ഏറ്റവും പ്രധാനം അതാണ്, നമ്മളുടെ
നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുക്തി നേടിയിട്ട് നമുക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തില് പറയുന്നത്. ശ്ലോകം 29 ഭഗവാൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സമോഹം സർവഭൂതേഷു ന മേ ദേഷ്യോ അസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. സമോഹം സർവഭൂതേഷു ന മേ ദേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. സമോഹം സർവഭൂതേഷു ന മേ ദേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമോഹം സർവഭൂതേഷു ന മേ ദേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമോഹം സർവഭൂതേഷു ന മേ ദോഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപഹ്യം. ഹരേ കൃഷ്ണ. ചാപ്യഹം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമോഹം സർവഭൂതേഷു ന മേ ദേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ പുറത്തും ഭാവാർത്ഥം. അഹം ഞാൻ സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളോടും സമഹ സമഭാവനയോടെയാണ് വർത്തിക്കുന്നത്. മേ എനിക്ക് ദ്വേഷ്യഃ ന ആരോടും ശത്രുതയില്ല. ന പ്രിയഃ അസ്തി പക്ഷപാതവും ഇല്ല. തു എന്നാൽ യേ ആരാണോ മാം എന്നെ ഭക്ത്യാ ഭജന്തി ഭക്തി പുരസ്സരം സേവിക്കുന്നത് തേ അവർ മയി എന്നിലും അഹം ഞാൻ തേഷു ച അപി അവരിലും അധിവസിക്കുന്നു. ഞാൻ എല്ലാ ജീവജാലങ്ങളോടും സമഭാവനയോടെയാണ് വർത്തിക്കുന്നത്. എനിക്ക് ആരോടും ശത്രുതയില്ല, പക്ഷപാതവും ഇല്ല. എന്നാൽ ആരാണോ എന്നെ ഭക്തി പുരസ്സരം സേവിക്കുന്നത് അവർ എന്നിലും ഞാൻ അവരിലും അധിവസിക്കുന്നു. ഭഗവാനോട് പറയുന്നു എനിക്ക് ആരോടും പക്ഷപാതമില്ല. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തൻ്റെ അതീന്ദ്രിയ സേവനത്തില് മുഴുകിയിരിക്കുന്ന ഭക്തന്മാരോട് എന്തുകൊണ്ടാണ് ഭഗവാൻ സവിശേഷ താല്പര്യം കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഇതിനെ പക്ഷപാതം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഒരു വ്യക്തി എത്ര തന്നെ ഉദാരമതിയാണ് എന്നുണ്ടെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും ശരി, അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോലും സ്വന്തം മക്കളോട് ഒരു പ്രത്യേക താല്പര്യം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കാക്കയ്ക്ക് തൻ കുഞ്ഞു പെൺകുഞ്ഞു എന്നൊക്കെ പറയില്ലേ. അപ്പോ ആ ഒരു പ്രത്യേകത എപ്പോഴും കാണും. ശ്രീലപ്രഭുവായ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു കടക്കാരൻ, ഇപ്പൊ നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഒരേ സാധനം തന്നെ പല ക്വാളിറ്റി ഉള്ളത് അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ റിസ്റ്റ് വാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 100 രൂപയുടെ വാച്ച് ഉണ്ടാകും, 1000 രൂപയുടെ വാച്ച് ഉണ്ടാകും, 50,000 രൂപയുടെ വാച്ച് ഉണ്ടാകും. നമ്മളിപ്പോ 100 രൂപ കൊണ്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് 100 രൂപയുടെ വാച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ 50,000 രൂപയുടെ വാച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം നമ്മൾ 50,000 രൂപ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലോ കടക്കാരനോട് നമുക്ക് 50,000 രൂപയുടെ വാച്ച് എടുത്തു തരും. അയാൾ നമുക്ക് 100 രൂപയുടെ വാച്ച് കാണിച്ചു തരുക തന്നെയില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഭഗവാൻ. ഇപ്പൊ നമ്മള് ഭഗവാനോട് കൂടുതൽ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേക മമത ഭഗവാൻ ഉണ്ടാവും.
അതിനെ പക്ഷപാതം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഹൈക്കോടതി ജഡ്ജ് ഒരു കേസ് വന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ. അപ്പോ അതിന്റെ കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഹൈക്കോടതി ജഡ്ജ് ആ കുറ്റവാളിയെ ചിലപ്പോൾ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കും. ചിലപ്പോ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആളെ വെറുതെ വിടുകയും ചെയ്യും. അപ്പോ ഒരേ ഹൈക്കോടതി ജഡ്ജി തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിനെ പക്ഷപാതം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ആ കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് ശിക്ഷ വിധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹവും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഏ യഥാമാം പ്രപദ്യന്തി. നമ്മൾ എത്രത്തോളം നമ്മൾ ഭഗവാനോട് നമ്മൾ കൂറ് കാണിക്കുന്നു അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു, അത്രത്തോളം ഭഗവാൻ നമ്മളോടും അടുപ്പം കാണിക്കും. അതിനുള്ള ബുദ്ധിയും ഭഗവാൻ തന്നെയാണ് നമുക്ക് തരുന്നത് അല്ലെ. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. നമ്മുടെ ഭഗവാനെ ആ പ്രീതിയോട്ട് നമ്മൾ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന് സേവനം ചെയ്യാനും ഉള്ള ആ ഒരു അറിവ് ഭഗവാൻ തന്നെയാണ് നമുക്ക് തരുന്നത്. അതിന് ഭഗവാൻ ഇപ്പോ ഏത് ജീവജാലങ്ങളെന്നൊന്നുമില്ല. ഏതൊരു ജീവാത്മാവും അത് ഏതൊരു ആകൃതിയിലിരുന്നു കഴിഞ്ഞാലും അവരെല്ലാം തന്നെ തൻ്റെ മക്കളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിതാഹംസ്യ ജഗത എന്ന് പറയുന്നുണ്ട്. ഈ ലോകത്തുള്ള ഏതൊരു ജീവജാലങ്ങളുടെയും പിതാവ് ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ ഭഗവാൻ നൽകുന്നുണ്ട്. ഇപ്പൊ വനത്തിൽ വസിക്കുന്ന ജീവികളാണെന്നെങ്കിലും ശരി, പർവ്വതത്തിൽ വസിക്കുന്ന ജീവികളാണെന്നെങ്കിലും ശരി, വെള്ളത്തിനടിയിൽ വസിക്കുന്ന ജീവികളാണെന്നെങ്കിലും ശരി, കരയിലുള്ളവരാണെങ്കിലും എല്ലാവർക്കും ജീവസന്ധാരത്തിന് വേണ്ട എല്ലാം തന്നെ ഭഗവാൻ നൽകുന്നുണ്ട്. ഒരു ഉദാഹരണം ശ്രീയുടെ അപ്രവാര് പറയുന്നുണ്ട്. ഇപ്പോ ആകാശത്തൊരു പെട്ടെന്നൊരു മഴമേഘം വന്നു, കോരിച്ചെരിയുന്ന മഴ പെയ്തു. അപ്പൊ ആ മഴവെള്ളം അത് വെള്ളത്തിൽ വീഴും, ഭൂമിയിൽ വീഴും, പർവ്വതത്തിൽ വീഴും, വനത്തിൽ വീഴും, എല്ലാ സ്ഥലത്തും വീഴും. അപ്പോ ആ മഴമേഘം ഒരിക്കലും ചിന്തിക്കില്ല ഞാൻ ആരൊക്കെ വെള്ളം കൊടുക്കട്ടെ എന്ന് ചിന്തിക്കില്ല. എല്ലാവർക്കും ഒരേപോലെ വെള്ളം കൊടുക്കും. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ഭഗവാൻ എല്ലാവർക്കും ഇത് തരുന്നുണ്ട്. പക്ഷെ നമ്മളിത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ദുഃഖകരമായിട്ടുള്ള വസ്തുത. ഭഗവാൻ എല്ലാവരെയും സ്നേഹിക്കാനായിട്ടും എല്ലാവർക്കും വേണം തരാനായിട്ടും തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ഭഗവാനെ സമീപിക്കേണ്ടേ? പക്ഷെ അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത്, എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഭക്തന്മാരോട് എനിക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ട്. എനിക്ക് സ്വയം സമർപ്പിക്കുന്നവരെ ഞാൻ അതേ വിധത്തിൽ തന്നെ ഞാൻ രക്ഷിക്കുന്നു. അതാണ് ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധം. ആ ഭക്തന്മാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ സാമീപ്യം കൊണ്ടും അതുപോലെ തന്നെ ഭഗവാന് ചെയ്യുന്ന സേവനം കൊണ്ടും അവർ സ്വയം അങ്ങനെ തിളങ്ങുകയാണ് ചെയ്യുന്നത്. ക്രീഡാപ്രഭു ഒരു ഉദാഹരണം പറയണ്ടേ. ഇപ്പൊ ഒരു സ്വർണ്ണ മോതിരത്തില് ഇപ്പൊ വൈരക്കല്ല് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈരക്കല്ലിന് ഒരു പ്രത്യേക തിളക്കം ഉണ്ടായിരിക്കും. വൈരക്കല്ല് വെറുതെ വെച്ചാൽ ഉണ്ടാകുന്നതിലും കൂടുതൽ തിളക്കം അത് സ്വർണ്ണ മോതിരത്തിൽ പതിപ്പിച്ചാലുണ്ടാകും. അപ്പോ എന്തുകൊണ്ടാണത്? അത് ആ രണ്ടും തമ്മിലുള്ള ആ ബന്ധം കാരണം. അതുപോലെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്ന വൈരക്കല്ലാണ്, നമ്മളൊക്കെ സ്വർണ്ണമോതിരം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്വർണത്തിൽ എങ്ങനെയാണ് തിളക്കം കിട്ടുന്നത്? വൈരക്കല്ലിന് കൂടുതൽ തിളക്കം കിട്ടുന്നത് എങ്ങനെയാണ്? ആ ഭക്തന്മാരുമായിട്ടുള്ള ആ അടുപ്പം കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭക്തന്മാർക്ക് എങ്ങനെയാണ് കൂടുതൽ തിളങ്ങാനായിട്ട് സാധിക്കുന്നത്? ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം കൊണ്ട്. അപ്പൊ അങ്ങനെ രണ്ടിന്റെയും തേജസ് അങ്ങനെ വർദ്ധിക്കുക ചെയ്യുന്നത്. ഭഗവാന്റെ തേജസ്സും ഭക്തന്മാരുടെ തേജസ്സും അങ്ങനെ വർദ്ധിക്കുക ചെയ്യുന്നത്. ഭഗവാൻ സ്വതവേ തന്നെ അദ്ദേഹം തേജസ്സുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഭക്തന്മാരുമായിട്ടുള്ള ആ ബന്ധം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തേജസ് അങ്ങനെ വർദ്ധിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, അവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു എന്നിവിടെ ഭഗവാൻ പറയാനായിട്ടുള്ള കാരണം അതാണ്. കാരണം ഭഗവാൻ ഒരു ശ്രീ പ്രഭാകർ പറയുന്ന ഒരു കൽപ്പവൃക്ഷമാണ്. അതിൽ നിന്നും
നമ്മൾ എന്തിൽ തന്നെ ഒരു കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞെങ്കിൽ ചിന്താമണിപ്രകര സത്മസു കൽപ്പവൃക്ഷ, ആ കൽപ്പവൃക്ഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഭഗവാനുമായിട്ട് അത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്കും നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ പൂർത്തീകരിച്ചു തരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സമൂഹം സർവഭൂതേഷു നമേ ദേശു അസ്തി ന പ്രിയ. ആരോടും പ്രത്യേകിച്ച് പക്ഷപാതമില്ല, എനിക്ക് ആരോടും ദേഷ്യവുമില്ല, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പക്ഷെ നിങ്ങൾ എന്നോട് എങ്ങനെയാണോ അടുപ്പം കാണിക്കുന്നത് അതനുസരിച്ചായിരിക്കും എൻ്റെ തിരിച്ചുള്ള സമീപനം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഇനി അപ്പൊ അങ്ങനെ ഇപ്പോ ഒരു ഭക്തൻ ഭക്തിമാർഗത്തിൽ അങ്ങനെ മുന്നേറാനായിട്ടുള്ള പ്രയത്നത്തിന് ഇടയ്ക്ക് അയാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ശ്ലോകം 30. അപ്പിച്ചേ സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. അപ്പിച്ചേ സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. അപ്പിച്ചേ സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപി ചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവായ. അവിജേത് സുദുരാചാരോ ഭജതേ മാമന്യഭാഗ് സാധുരേവ മന്ദവ്യ സമൃത് വ്യവസിതോ ഹി സഹ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഭിചേത് സുദാരാചാരോ ഭജതേത് മാമന്യഭാഗ് സാധുരേവ സമന്തവ്യ സമഗ്രം വ്യവസാദിതോ ഹി സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലാപ്രവർത്തനം ഭാവാർത്ഥം. സുദുരാചാര അഭി, ഏറ്റവും വലിയ ദുരാചാരി പോലും മാം എന്നെ അനന്യഭാഗ് ഭക്തിമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഭജതേ ചേത് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം സഹ അവൻ സാധുഹു ഏവ ശ്രേഷ്ഠൻ തന്നെയാണെന്ന് മന്തവ്യ കരുതണം. ഹി എന്തെന്നാൽ സഹ അവൻ സമ്യക് വ്യവസ്ഥിത തന്റെ ദൃഢവിശ്വാസത്തിൽ ശരിയായി വർത്തിക്കുന്നവനാണ്. ഏറ്റവും വലിയ ദുരാചാരി പോലും എന്നെ ഭക്തിമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ എന്റെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അവൻ ശ്രേഷ്ഠൻ തന്നെയാണെന്ന് കരുതണം. എന്തെന്നാൽ അവൻ തന്റെ ദൃഢവിശ്വാസത്തിൽ ശരിയായി വർത്തിക്കുന്നവനാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ചോദിക്കാം, ഒരു ഭക്തൻ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു, പക്ഷെ അയാളുടെ പെരുമാറ്റം സദാചാരപരമല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് സുദുരാചാര അഭി, ദുരാചാരി സുദുരാചാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരാചാരിയിലും വലിയ ഹീനകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് സുദുരാചാരി എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തില് ഭക്തിമാർഗത്തില് മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവര് പലതരത്തിലുള്ള ഗുണങ്ങളും ആർജിക്കാനായിട്ട് ശ്രമിക്കും. അവര് അങ്ങനെയുള്ള ഗുണങ്ങള് ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. 16-ാമത്തെ അധ്യായത്തില് ഒരു ഭക്തന് വേണ്ട ക്വാളിറ്റീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തില് ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ അഭയം സത്വ സംശുദ്ധി
ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തവ ആർജവം അഹിംസാ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷലോലുപ്തം മാർദ്ദവം ഹ്രീരചാപലം തേജക്ഷമാ ധൃതി ശൗചം അദ്രോഹോന അതിമാന്യത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്. അഭയം, ഭയമില്ലായ്മ, പിന്നെ സത്വസംശുദ്ധി, ജീവിതത്തിലെ ശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ജ്ഞാനയോഗത്തില് ഉറച്ച നിഷ്ഠ, പിന്നെ ദാനം ചെയ്യാനുള്ള ആ പ്രവണത, ദമഹ മനോനിയന്ത്രണം, യജ്ഞാനുഷ്ഠാനം, സ്വാധ്യായ വേദപഠനം, തപഹ തപസ്, ആർജവം ലാളിത്യം, അഹിംസ സത്യം, അക്രോധം ക്രോധമില്ലായ്മ, പിന്നെ ത്യാഗശീലം, ശാന്തി, അപൈശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിനിന്ദാ വർജനം, മറ്റുള്ളവരെ നിന്ദിക്കുന്നത് വേണ്ടാന്ന് വെക്കുക. പിന്നെ ദയാബോധേഷു, മറ്റ് ജീവജാലങ്ങളോട് ദയ, പിന്നെ അലോലുപ്തം ദുരാഗ്രഹം ഇല്ലായ്മ, മാർദ്ദവം മൃദുലത, ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളോട് ചെയ്യുമ്പോൾ ലജ്ജ ഉണ്ടാകുക, പിന്നെ അചാപലം ചാപല്യഹീനത സ്ഥിരത ഉണ്ടാവുക, തേജസ് അല്ലെങ്കിൽ ശക്തി, പിന്നെ ക്ഷമ ധൃതി ധൈര്യം, ശൗച്യം വിശുദ്ധി, ദ്രോഹമില്ലായ്മ, പിന്നെ അതിമാനിന നമുക്ക് പേരും പ്രശസ്തിയും വേണം എന്നുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുക. ഇങ്ങനെയുള്ള 26 ഗുണങ്ങൾ ആണ് ഒരു ഭക്തനുണ്ടായിരിക്കേണ്ടത് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്? ഒരാൾക്ക് ഈ മേൽപ്പറഞ്ഞ ഒരു ഗുണങ്ങളും നേടിയില്ല എന്ന് വിചാരിക്കുക. അയാള് അനന്യഭാഗ് ഭക്തിമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഭജ്യതേ ചേത് എന്റെ സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അവൻ സാധുഹു ഏവ, അവൻ ശ്രേഷ്ഠൻ തന്നെയാണ് എന്ന് കരുതണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തനാകുക എന്നുള്ളതാണ്. കാരണം എന്താണ്? ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും തന്നെ ആർജിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ഒരു ഭക്തനെ സംബന്ധിച്ചിട്ട് ഈ ഗുണങ്ങളെല്ലാം അങ്ങ് വന്നു ചേർന്നുകൊള്ളും. അതിനു വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഇപ്പൊ ക്ഷമ പ്രത്യേകം പരിശീലിക്കേണ്ട കാര്യമില്ല, ശാന്തി പ്രത്യേകം പരിശീലിക്കേണ്ട കാര്യമില്ല, പരിനിന്ദാവർജനം അത് പ്രത്യേകം പരിശീലിക്കേണ്ട കാര്യമില്ല, വേദപഠനം അത് പ്രത്യേകം പരിശീലിക്കേണ്ട കാര്യമില്ല. കാരണം ഭക്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 26 ഗുണങ്ങളും തനിയെ വന്നു ചേർന്നുകൊള്ളും. കാരണം ഭഗവാൻ തന്നെ ഒരു വ്യക്തിക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇതെല്ലാം ഉണ്ടായിട്ട് ഭഗവാന്റെ ഭക്തനല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ വലിയ ദാനശീലനാണ്. ഇപ്പൊ കർണൻ വലിയ ദാനശീലനാണ്, പക്ഷെ എന്തുണ്ടായി പ്രയോജനം? ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോ അതിലല്ല പ്രധാനം, അതിലും ഏറ്റവും പ്രധാനം ഭഗവാന്റെ ഭക്തനാകുക എന്നുള്ളതാണ്. ഇപ്പൊ പലർക്കും ഇപ്പോ മറ്റുള്ള ജീവജാലങ്ങളോട് ദയ ഉണ്ടാവും. ഇപ്പോ നമ്മൾ വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പൊ ഇന്ത്യയിലും കാണാം, പട്ടിയെ വളർത്തുന്നവരുണ്ടാവും. പക്ഷെ പട്ടിയെ വളർത്തിട്ട് പശുവിനെ കൊന്നു തിന്നുകയാണെന്നുണ്ടെങ്കിലോ ആ പട്ടിയെ വളർത്തുന്നതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അപ്പോ അതല്ല പ്രധാനം, അതിലും ഏറ്റവും പ്രധാനം ഭഗവാന്റെ ഭക്തനാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 26 ഗുണങ്ങളും നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇവിടെ എന്താ പറയുന്നത് ഈ ശ്ലോകത്തില്? സുദുരാചാര അഭി, ഏറ്റവും വലിയ ദുരാചാരി പോലും, അങ്ങനെയുള്ളവർക്ക് അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ അധപതനം സംഭവിച്ചാൽ പോലും ഞാനത് കണക്കിലെടുക്കാറില്ല. കാരണം അവര് എൻ്റെ ഭക്തൻ തന്നെയാണ്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ള അജാമിരന്റെ ചരിത്രം.
അജാമിലൻ ഒരു നല്ല ബ്രാഹ്മണനായിരുന്നു. വേദപഠനം, ഭഗവത് സേവനം, ഇതെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്നു. പക്ഷെ കാട്ടിൽ പൂ പറിക്കാൻ പോയ സമയത്ത് ഒരു ശൂദ്രനും ശൂദ്രാണിയും തമ്മിൽ ബന്ധത്തിലേർപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോയി. അങ്ങനെ അദ്ദേഹം ഭക്തിമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ട് പിന്നെ വർഷങ്ങളോളം എന്നെങ്കിൽ 80 വയസ്സാകുന്നത് വരെ അദ്ദേഹം ആ ചീത്ത മാർഗത്തിൽ ചലിച്ചു. പക്ഷെ എന്നിരുന്നിട്ട് പോലും ആ അവസാന നിമിഷം യമദൂതന്മാർ വന്നപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിന് നാരായണ എന്ന് വിളിക്കാനായിട്ട് തോന്നി. അങ്ങനെ നാരായണ എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ അത് വളരെ ഗൗരവമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് തൻ്റെ ദൂതന്മാരെ അയച്ചു. അങ്ങനെ വിഷ്ണുദൂതന്മാര് വന്നിട്ട് യമദൂതന്മാരെ ഓടിച്ചു വിട്ടിട്ട് അജാമിലനെ വീണ്ടും ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ജീവിതത്തിന്റെ അവസാന ഘട്ടം അദ്ദേഹം ഹരിദ്വാറിൽ പോയിട്ട് ഭജനമിരുന്നിട്ട് അങ്ങനെ മോക്ഷപ്രാപ്തി നേടി എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, സാധുരേവ. അങ്ങനെയുള്ളവര് ഭക്തിമാർഗത്തിൽ നിന്ന് ചെറുതായിട്ട് വ്യതിചലിച്ചാലും അവരെ സാധുക്കൾ എന്ന് തന്നെ കരുതണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ശ്രീലപ്രഭാകര നരസിംഹ പുരാണത്തിൽ നിന്നും ഉള്ളൊരു ശ്ലോകം പറയുന്നുണ്ട്. ഭവതിച്ച ഹരാവനന്യചേത ദൃശമാലിനോപി വിരാജതേ മനുഷ്യ നഹി ശശി കലേഷു ചരന്തി കഥാചിത് തിമിര പരാഭവതാം ഉപൈതി ചന്ദ്രഹ. അതായത് ഇപ്പോ ചന്ദ്രൻ അങ്ങനെ പൂർണ്ണ പ്രകാശത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചന്ദ്രനില് ഒരു ചെറിയ ഒരു കറുത്ത ഒരു പാട്, ഒരു കല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കണക്കിലെടുക്കാറില്ല. കാരണം അതിലും വളരെ ഉയർന്നതാണ് ആ ചന്ദ്രന്റെ പ്രകാശം. അപ്പൊ അതുപോലെ തന്നെയാണ് ഭക്തന്മാരുടെ ഒരു ചെറിയ കളങ്കം വന്നാലും ഭഗവാൻ അത് കണക്കിലെടുക്കില്ല. ഭഗവാൻ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അവരെ ഭക്തന്മാരായിട്ട് തന്നെ പരിഗണിക്കും. അപ്പൊ ഭഗവത് സേവനം എന്ന് പറയുന്നത് മായയോടുള്ള ഒരു സമരമാണെന്നാണ് ശ്രീലപ്രഭുവാര് പറയുന്നത്. ആ സമരത്തിൽ പലപ്പോഴും നമുക്ക് അടിതെറ്റിപ്പോകും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആവശ്യമായിട്ടുള്ള കരുത്ത് നമ്മൾ ആർജിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യാദൃശ്ചികമായിട്ടുള്ള വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ പോലും ഭഗവാൻ അത് കണക്കിലെടുക്കില്ല. നമ്മളെ വീണ്ടും ഭക്തിമാർഗത്തിലേക്ക് മുന്നേറാനായിട്ട് ഭഗവാൻ നമ്മളെ കൈപിടിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. वीरेंद्र श्रीमद भगवद गीता की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ ഈ പറഞ്ഞ 3 ശ്ലോകങ്ങളെ പറ്റിയിട്ട്?